Good morning, everyone. Good morning. Am I audible? Morning, sir. Morning. Good morning. Good morning. Good morning. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ മോർണിംഗ് സക്സസ് മന്ത്രയിലേക്ക് നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യുന്നു. സോ ഇന്ന് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞ ദിവസം ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് പറയാനുള്ളത് ഫിയറിനെ കുറിച്ചാണ്. ഓക്കെ, വാട്ട് ഈസ് ഫിയർ? എന്താണ് ഭയം? ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭയത്തെ നമുക്ക് എങ്ങനെ മറികടക്കാം? ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു കോട്ട് ഉണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അപ്പോൾ ആളുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് സംസാരിച്ച ഒരു വിഷയം കൂടിയാണ് ഫിയർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫിയർ? ഫിയർ എന്ന് പറയുന്നത് ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. എന്താണ്? ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. തെറ്റായ തെളിവുകൾ യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്ന് തോന്നുന്ന അവസ്ഥയാണെന്ത്? ഭയം ഉണ്ടാക്കുന്നത്. അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളുടെ അധികം ആൾക്കാരുടെയും ലൈഫിൽ നമ്മൾ വിചാരിച്ച ഒരു ചേഞ്ച് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു റിസൾട്ടിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണ്? ആ റിസൾട്ടിലേക്ക് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ, there is a story we are telling. നമ്മൾ പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്, നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റോറി ഉണ്ട്. നമ്മൾ ഷെയർ ചെയ്യുന്ന സ്റ്റോറി എന്താണ്? ആ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മളോട് പറയുന്ന സ്റ്റോറിയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളോട് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ ഡ്രീമും അതിൻ്റെ ഇടയിലുള്ള ഒരു കാര്യം നിങ്ങൾ പറയുന്ന ഒരു കഥ. ആ പച്ചക്കള്ളമാണ് ആ കഥ. ആ കഥ എന്താണ്? ആ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഇതുവരെ എത്താത്തത് എന്നൊരു ചോദ്യം ചോദിക്കുക നമ്മളെല്ലാവരും നമ്മളോട്. ചോദ്യം ഇതാണ്, ഞാൻ എന്തുകൊണ്ട് എൻ്റെ ലക്ഷ്യങ്ങളിൽ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഇതുവരെ എത്തിയില്ല? അപ്പൊ ഒരു കഥ നിങ്ങൾ പറയും. ഓക്കെ, ആ കഥ നിങ്ങൾക്ക് സത്യമാണോ എന്ന് ചെക്ക് ചെയ്യുകയും എന്നിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ യഥാർത്ഥത്തിലേക്ക് ഫേസ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഭയമില്ലാതെ, ഭയം മാറ്റിവെച്ച്, മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള ഭയം മാറ്റിവെച്ച്, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ള ഭയം മാറ്റിവെച്ച്, സത്യസന്ധമായിട്ട്, വളരെ ഹോണസ്റ്റ് ആയിട്ട്, ഒതന്റിക് ആയിട്ട് ആ ഒരു ഭയത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുകയാണെങ്കിൽ, ആ ഭയം മാറ്റി വെച്ചിട്ടുള്ള രീതിയിൽ സത്യത്തിലേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ, എക്സ്ക്യൂസുകളല്ലാത്ത ഉത്തരവാദിത്തത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇത് ലൈഫ് സ്റ്റാർട്ട്സ് ചേഞ്ച്. പലർക്കും പലതരത്തിലുള്ള ഭയമുണ്ട്. പാമ്പിനെ പേടിയുള്ളവരുണ്ട്, ഓക്കെ, രാത്രിയെ പേടിയുള്ളവരുണ്ട്, ആൾക്കൂട്ടത്തെ പേടിയുള്ളവരുണ്ട്, ഉയരം പേടിയുള്ളവരുണ്ട്. പരീക്ഷയെ പേടിയുള്ളവരുണ്ട്, പലതരത്തിലുള്ള പേടിയുള്ളവരുണ്ട്. പക്ഷെ ചില പേടികൾ നമ്മളുടെ ലൈഫിൽ നമുക്കത് വല്ലാത്ത മനസ്സിലാകുന്നുണ്ട്, വല്ലാത്ത പരാജയം, അതിനെ ഭയക്കുന്നവരുണ്ട്. വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ സ്റ്റക്കാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഭയമാണ് അൾട്ടിമേറ്റ്ലി മനുഷ്യൻ ആദ്യം എടുത്ത് കളയേണ്ട ഒരു കാര്യം.
ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫ് പരാജയമായി കഴിഞ്ഞാൽ, പ്രതിസന്ധിയിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? ആ ഭയം എടുത്ത് കളയുക. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഒരു കാര്യം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള ജോലി. നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നടക്കലല്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. കാരണം ഇന്ന് പുതിയ വാർത്ത വരും. ആ പുതിയ വാർത്തയുടെ പിന്നാലെ പോകും. എപ്പോഴും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മാറ്റർ അല്ല. നിങ്ങൾ ആർക്കും വലിയൊരു ഇമ്പോർട്ടൻ്റ് കഥാപാത്രമൊന്നുമല്ല. ഓക്കെ, നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടാലും, നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടായാലും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായാലും, നിങ്ങളൊന്ന് നാണം കിടന്ന ഒരവസ്ഥ ഉണ്ടായാലും, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഇത് താൽക്കാലികം മാത്രമാണ്. ജസ്റ്റ് മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളൊരു പരാജയപ്പെടുന്ന സംഗതി ഉണ്ടായാലും അത് കലാകാലം നിങ്ങൾ വേട്ടയിടൊന്നുമില്ല. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരെയും പരാജയപ്പെടുന്നുള്ളൂ. ഒന്നും ട്രൈ ചെയ്യാത്തവൻ പരാജയപ്പെടുന്നില്ല. അപ്പൊ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്വാളിറ്റി എന്ന് വെച്ചാൽ പരാജയപ്പെടാനുള്ള മനസ്സാണ്. പരാജയപ്പെടാനുള്ള മനസ്സ് ഇല്ലാത്തവന്, അതായത് ഫെയിലിയർ ഈസ് ഓക്കെ എന്ന് ചിന്തിക്കാൻ ഓക്കെ അല്ലാത്ത ഒരാളും വിജയം അർഹിക്കുന്നില്ല. അപ്പോൾ പരാജയം എന്ന് പറയുന്നത് സക്സസിന്റെ കൂടെയുള്ള കാര്യമാണ്. അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഫേസ്ബുക്കിന്റെ CEO ഉണ്ട്, അറിയാലോ, മാർക്ക് സുക്കർബർഗ്. അദ്ദേഹം പറയുന്നത് ഫെയിൽ ഫാസ്റ്റ് ബട്ട് ഫെയിൽ ബെറ്റർ. അതുദ്ദേശിച്ചത് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഫെയിൽ ചെയ്തു, എത്ര തവണ വേണമെങ്കിലും ഫെയിൽ ചെയ്തോ. ഫെയിൽ ചെയ്യുന്നത് ഒരു പ്രശ്നമേ അല്ല ആൾക്ക്. ആളുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ക്യാൻ യു ഹാൻഡിൽ ദ പ്രഷർ എന്ന് പറഞ്ഞിട്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ആണ്, നിങ്ങൾക്ക് ബില്യണിയർ ആണ്, പക്ഷെ ക്യാൻ യു ഹാൻഡിൽ ദ പ്രഷർ. അദ്ദേഹത്തിന്റെ വീഡിയോ പറഞ്ഞു, നിങ്ങൾക്ക് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമോ? അപ്പൊ എന്താണ് ആ പ്രഷർ? മിസ്റ്റേക്സുകൾ സംഭവിക്കുമ്പോൾ, പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അദ്ദേഹത്തെ കോടതി മുറിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പത്രസമ്മേളനമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ വളരെ കാമായിട്ട് കൂളായിട്ട് വന്നിട്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നുണ്ട് പുള്ളി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലൈഫിൽ പ്രതിസന്ധികളെ ഭയക്കരുത്, പ്രയാസങ്ങളെ ഭയക്കരുത്. അതവിടെ ഉണ്ടാകും. അത് ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ പ്രയാസങ്ങളില്ലാത്തൊരു യാത്ര വേണം എന്ന് പറയുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കാനേ പാടുള്ളൂ. വിജയം ആർക്കുള്ളതാണ്? പ്രയാസങ്ങളെ വെൽക്കം ചെയ്യുന്ന, ബുദ്ധിമുട്ടുകളെ വെൽക്കം ചെയ്യുന്ന, കഷ്ടപ്പാടുകളെ വെൽക്കം ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. പിന്നെ ഭയം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഏതൊരാൾക്കും ഭയം ഉണ്ടാകും, ഏതൊരാൾക്കും ആങ്സൈറ്റി ഉണ്ടാകും. ബട്ട് ബിയോണ്ട്, അതിനപ്പുറത്തേക്ക് ആ ഭയം ഉണ്ടായിട്ടും ഭയം ഉണ്ടായിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അതിനെ എംബ്രേസ് ചെയ്തിട്ട് യെസ് എനിക്ക് ഭയമുണ്ട് എന്ന്, ഓക്കെ എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞ് കളവ് പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് ഭയമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഭയമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, എന്നാൽ പോലും ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം ഇതിലുണ്ടെങ്കിൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, എങ്കിൽ പോലും എനിക്കിത് ട്രൈ ചെയ്തേ പറ്റൂ, ഞാനിത് ചെയ്തേ പറ്റൂ, ഞാനിത് വിജയിപ്പിച്ചെടുത്തേ പറ്റൂ എന്ന ചിന്ത മനസ്സിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണം. No journey there is without fear. ഭയമില്ലാത്ത ഒരു യാത്രയില്ല. ഗോളിലേക്കുള്ള യാത്ര ഭയം ഉണ്ടാവും. ഭയം ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റില്ല. ഭയത്തിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പവർഫുൾ ആവണം. ടോണി റോബിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തെ നമ്പർ 1 പെർഫോമൻസ് കോച്ച് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ യു മസ്റ്റ് ഡു വാട്ട് യു ഫിയർ ദ മോസ്റ്റ്. നിങ്ങൾ ഏതാണോ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം, ആ കാര്യം നിങ്ങൾ എന്തായാലും ചെയ്യും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം അതെന്തായാലും ചെയ്തേ പറ്റും.
അതിന് പറയുന്ന പേരാണ് സ്ട്രെച്ചിങ്. നമ്മൾ എന്ത് ചെയ്യണം? ഭയത്തിലേക്ക് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. പതുക്കെ 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 സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരാം. പതുക്കെ കൊണ്ടുവരാം, പെട്ടെന്ന് സ്ട്രെച്ച് ചെയ്യാം. ബട്ട് പതുക്കെ സ്ട്രെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഹെൽത്തി. നിങ്ങൾക്ക് വലിയ ബിസിനസ് തുടങ്ങണം, വലിയ ബിസിനസ്മാൻ ആവണം, ഒരിക്കലും നെവർ എവർ ഗിവ് അപ്പ് ബിക്കോസ് ഓഫ് ഫിയർ. പിന്തിരിയരുത്. യു ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. മിസ്റ്റേക്സ് വരുന്നുണ്ട്, ദാറ്റ്സ് ഓക്കെ, അക്സെപ്റ്റ് ഇറ്റ്. But try again and again, and then build it. മനസ്സിലാവുന്നുണ്ടോ? You build and you change. You transform, you grow. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, you go through what you are going through. You grow through what you are going through, അല്ലേ? നിങ്ങൾ എന്താണോ കടന്നു പോകുന്നത് അതിലൂടെ നിങ്ങൾ വളരും. ഇന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ വളർച്ചയ്ക്കുള്ള അവസരമാണ്. ഇവിടെ പരാജയമില്ല. ആക്ച്വലി ഇറ്റ്സ് ഓൾ ലേണിംഗ് എക്സ്പീരിയൻസ്. പഠിക്കാനുള്ള അവസരങ്ങളാണ്. പഠിക്കാനുള്ള അവസരമല്ലല്ലോ. മാക്സിമം പോയാൽ എന്ത് സംഭവിക്കും? മാക്സിമം പോയാൽ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടും. അല്ല, എല്ലാം നഷ്ടപ്പെടുന്ന അവസരത്തിലാണ് നിങ്ങൾക്കെല്ലാം ലഭിക്കുന്നത്. ഏറ്റവും പവിഴമുത്തുകൾ ലഭിക്കുന്നത് ഏറ്റവും പ്രയാസ ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കുന്ന സിറ്റുവേഷൻ. അപ്പോഴാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലെസൺ കിട്ടുക ലൈഫിൽ. നിങ്ങൾ ഒറ്റക്കാണെന്ന ലെസൺ, നിങ്ങൾക്ക് ആരുമില്ലെന്ന ലെസൺ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ സോൾവ് ചെയ്തേ പറ്റൂ എന്ന ലെസൺ. ആ പാഠം നിങ്ങൾക്ക് അപ്പോഴാണ് കിട്ടുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾ തകർന്നു പോകുന്ന ലെസണിൽ, തകർന്നു പോകുന്ന സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു വരാൻ നിങ്ങൾ തന്നെ ശ്രമിച്ചേ പറ്റൂ. വേറൊരാളും ശ്രമിക്കില്ല. അതും നിങ്ങളത് ഫേസ് ചെയ്തേ പറ്റൂ. നിങ്ങൾക്കത് ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന സമയം, തിരിച്ചറിവിൻ്റെ സമയമാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ദാറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ, സോ എക്സൈറ്റിംഗ്. ആ ഒരു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, പരാജയപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം പുതിയത്. പരാജയങ്ങളെ നമ്മൾ ഭയക്കല്ല വേണ്ടത്, ബുദ്ധിമുട്ടുകളെ നമുക്ക് ഭയക്കല്ല വേണ്ടത്. ഞാൻ പരാജയപ്പെടും എന്നുള്ള രീതിയിൽ യു ജസ്റ്റ് ട്രൈ and make it work. Just do maximum things. There is something called massive action. ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാസീവ് ആക്ഷൻ എടുക്കുക. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യുക. ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ്. എന്നിട്ടും വിജയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. നമ്മൾ പറയേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, സിജു അറിയതൻ സിജു ഐ തിങ്ക് അൺമ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. ഹലോ ഹലോ സർ. ഹൗ ഡു യു ഫീൽ? ഗുഡ് സർ. ഹലോ, എന്താണ് ഫീലിംഗ്? എന്താ? ഹൗ ഡു യു ഫീൽ? അടിപൊളിയാണ് സർ. അടിപൊളിയാണോ? അതെ, ഓക്കെ. ഹാപ്പിയാണ് ഇപ്പോ. ഹാപ്പിയാണ്? അതെ. ഓക്കെ. ഇത്രയേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയിരുന്നു അല്ലേ? സിജു ഇന്നലെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സിജു, എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഷെയറിങ്. താങ്ക് യു സർ. യുവർ വെൽക്കം. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇഫ് യു ആർ ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് സ്ട്രഗിൾ, ഒരു കാര്യം മനസ്സിലാക്കുക, ദ സ്ട്രഗിൾ ഇറ്റ് സെൽഫ് ഇസ് എ ഗിഫ്റ്റ്. അതൊരു ഗിഫ്റ്റാണ്, അതൊരു സമ്മാനമാണ്. അപ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പലതരത്തിലുള്ള ഭയം നമുക്കുണ്ടാകാം. എന്ത് ഭയമാണെന്നുണ്ടെങ്കിലും അതിൽ എനിക്കെന്ത് പഠിക്കാനുണ്ട്, എനിക്കെന്ത് മാറാനുണ്ട്, എനിക്കെന്ത് ചേഞ്ച് ചെയ്യാനുണ്ട്. നമ്മളോട് നമ്മൾ പറയുന്ന കഥകൾ ശ്രദ്ധിക്കുക. വാട്ട് ആർ ദ സ്റ്റോറീസ് യു ആർ ടെല്ലിങ്? നിങ്ങളെ ഭയപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ന്യായീകരിച്ചുകൊണ്ട് കുറേ കഥകളുണ്ട്. ആ ചോദ്യം എന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല? നമുക്കൊരു ഇന്ററാക്ഷനിലേക്ക് പോകാം. പറയൂ. ഫൈസൽ ബാബ പറഞ്ഞോളൂ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താഞ്ഞത്?
ഹായ്, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഓക്കെ, അതായത് ഇപ്പൊ സാറ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫുള്ളായിട്ട് അതായത് ഭയമായിരുന്നു. അതായത് പരാജയപ്പെടുമോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ആദ്യമൊക്കെ എൻ്റെ മനസ്സിലുണ്ടത് എല്ലാവരും ഉണ്ടാവും, മറ്റേ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ അല്ല കൂടെ നിൽക്കാൻ. പക്ഷെ ഇപ്പൊ ഞാനത് തിരിച്ചറിഞ്ഞു. ഇപ്പൊ സാറ് മെഡിറ്റേഷനിൽ പറഞ്ഞപ്പോൾ തന്നെ അതായത് ആദ്യമൊക്കെ ഇല്ലാത്തൊരു സംഭവമായിരുന്നു സെൽഫ് ലവ്. അപ്പൊ ഞാനത് പഠിച്ചു. പിന്നെ ഏറ്റവും വലിയ എൻ്റെ ഒരു മിസ്റ്റേക്ക് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസവും വന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ ഇപ്പൊ കാണുന്നു. സത്യമായിട്ട് ഗിഫ്റ്റാണ്. ഏറ്റവും വലിയ പരാജയപ്പെടാൻ കാരണം വെച്ചാൽ ഫിയർ, വേറെ ഒന്നുമല്ല. പക്ഷെ ഇപ്പൊ എല്ലാം എൻ്റർലി കംപ്ലീറ്റ്ലി 100% ഞാൻ മാറ്റിയിട്ടുണ്ട്. താങ്ക് യു സാർ. യു വെൽക്കം. സോ ഫിയർ ആയിരുന്നു നിങ്ങളുടെ, അല്ലെ? അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. എൻ്റെത് ഭയം തന്നെയാണ്, എനിക്ക് ഭയം തന്നെയാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ആ സത്യം എന്ന് പറയുന്നത്. പല ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. പല കഥകൾ പറയും. എനിക്ക് പണമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ എത്താത്തത്, എനിക്ക് സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ എത്താത്തത്, എനിക്ക് എൻ്റെ കൂടെ ആരുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാനത് പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പം എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ വാണ്ട് ടു ഡു ഇറ്റ് പെർഫെക്റ്റ്ലി. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്ന് പറയുന്നത്, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതെന്താണ് ആക്ച്വലി? ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യും എന്നുള്ള ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഇത് പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് അല്ല, ഇത് ശരിയല്ല, 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 ശരിയല്ല. അത് ചെറുപ്പത്തിൽ നീ എല്ലാം നല്ല രീതിയിൽ ചെയ്യണം, നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ് എന്ന തിങ്കിങ്ങിൽ നിന്ന് വളരുന്നൊരു സാധനമാണ് എന്താ വെച്ചാൽ പെർഫെക്ഷനിസം. എല്ലാം നല്ല രീതിയിൽ ചെയ്യണം, നല്ല കുട്ടിയായിരിക്കണം. നമ്മൾ മക്കളോട് പറയുന്ന ഏറ്റവും ഡേഞ്ചറസ് ഡയലോഗാണ് നല്ല കുട്ടിയാവണം. നല്ല കുട്ടിയാവണം എന്നല്ല പറയേണ്ടത്, നല്ലൊരു മനുഷ്യനാവണം. മനുഷ്യനാകണം. പോരായ്മകളൊക്കെ ഉണ്ടാവും, ഇറ്റ്സ് ഓക്കെ എന്ന് പറയണം. അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം അവരെന്താണ്. ഈ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ, അവരിതാണ്, ഇത്രയേ ഉള്ളൂ സത്യം എന്നുള്ളതല്ല. പോരായ്മകളും മിസ്റ്റേക്സുകളൊക്കെ ഉണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാം. ഇമ്പ്രൂവ്മെൻ്റ് ആണ് പഠിക്കേണ്ടത്. ബെസ്റ്റ് ആവാൻ പഠിപ്പിക്കരുത്, നമ്പർ 1 ആവാൻ പഠിപ്പിക്കരുത്, ഏറ്റവും നല്ല കുട്ടിയാവാൻ പഠിപ്പിക്കരുത്, ഏറ്റവും നല്ല അതാവാൻ പഠിപ്പിക്കരുത്. അത് അവർ ഫിയർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നല്ല കുട്ടികൾ എന്താണ്? നല്ല കുട്ടികൾ തെറ്റ് ചെയ്യില്ല, നല്ല കുട്ടികൾ വാശി പിടിക്കില്ല, നല്ല കുട്ടികൾ ദേഷ്യം പിടിക്കില്ല, ഇതെല്ലാം പഠിപ്പിക്കുക. ഇവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഫിയർ എന്ന് വെച്ചാൽ, നമുക്ക് കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സേഫ്റ്റിയാണ്, സുരക്ഷിതത്വം ഫീൽ ചെയ്യണം, സമാധാനമാണ്, അത് ഫീൽ ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? സേഫ്റ്റിയാണ്, സമാധാനമാണ്, സുരക്ഷിതത്വമാണ്, അത് ഫീൽ ചെയ്യണം. അപ്പൊ അത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? അത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സുരക്ഷിതത്വ ബോധം ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടിയോട് വളരെ നല്ല രീതിയിൽ ആ കുട്ടിയായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഡയലോഗ് സംസാരിക്കുക. അങ്ങനെ കുട്ടിയോട് അക്സെപ്റ്റ് ചെയ്യാൻ സംസാരിക്കുന്ന ആ രൂപത്തിൽ സംസാരിച്ചാൽ അവിടെ ആ കുട്ടിക്ക് ഒരു സേഫ്റ്റി ഫീൽ ഒക്കെ, എനിക്ക് പോരായ്മകൾ, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇപ്പോഴും കൂടുതൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യുക, കറേജ് ഫീൽ ചെയ്യുക. ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാതെ നീ അതും ചെയ്യണം, ഇതും ചെയ്യണം, എല്ലാം ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് അതൊരു പാറ്റേൺ ആയിട്ട് മാറും. കുട്ടിയോട് പറയണം ബോറടിക്കുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ബോർഡ്. കുറച്ചു നേരം വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല. യെസ്, റഹന പറഞ്ഞു റെഗുലേറ്റഡ് നെർവസ് സിസ്റ്റം. അപ്പൊ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം നമ്മുടെ കുട്ടികൾ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ദേ വിൽ ബി ഓൾവേസ്, അഡൽട്ട് ആയി കഴിഞ്ഞാൽ ഇപ്പോഴും അവർ അസ്വസ്ഥരായിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അവർ മറ്റുള്ളവരിലും അസ്വസ്ഥരായിരിക്കും. അവരൊന്നും എന്താ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാത്തത്. അങ്ങനെ അവരുടെ ലൈഫ് ബിക്കംസ് വെരി സ്ട്രഗ്ലിംഗ്.
അപ്പൊ ഈ ഫിയർ പല ആൾക്കാർക്കും എന്ന് വെച്ചാൽ ഇത് പെർഫെക്റ്റ് ആണോ എന്നുള്ള ഫിയർ ഉണ്ട്. എന്നാലേ ഞാൻ ശരിയാവുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് ഓക്കെ. ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ ടു ഹാവ് ഫിയർ. ഭയം ഉണ്ടാകുന്നത് ഓക്കെയാണ്. നമ്മൾ പേടിച്ച് മാറി നിൽക്കുന്നത് ഓക്കെയാണ്, നോ പ്രോബ്ലം. പക്ഷേ കലാകാലം അങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നത് കീഴ്പ്പെടുന്നത് ഓക്കെയല്ല. താൽക്കാലികമായിട്ട് ആ ഫിയർ വരുന്നത് ഓക്കെ. പക്ഷെ നമ്മൾ വിത്ത് ദ ഫിയർ, അലോങ് വിത്ത് ദ ഫിയർ നമ്മൾ എന്ത് ചെയ്യും? പേടി ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ പേടി ഉള്ളിൽ പൂർണ്ണമായിട്ട് എടുത്ത് കളയാൻ കഴിഞ്ഞോളുന്നില്ല. And that's okay. With the fear, you just continue. Without fear, completely ഒരു പേടിയും ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകണം. No, അങ്ങനെ സംഗതി ഇല്ല. രാജ്യം കീഴടക്കാൻ പോകുന്ന അലക്സാണ്ടർ വരെ ഭയത്തിലാണ്. യുദ്ധം ചെയ്യാൻ പോകുന്ന ആൾക്കാർ അവരുടെ എന്നെ തോൽപ്പിക്കുന്നുള്ള ഭയം എപ്പോഴും ഉണ്ടാവും. അതാണ് നമ്മൾ അലേർട്ടാക്കി നിർത്തുന്നത്. ആ ഭയമാണ് നമുക്ക് എന്ത് വെച്ചാൽ എന്ത് തരുന്നത്? അലേർട്ട്നെസ് തരുന്നത്, വിജിലൻസ് തരുന്നത്, അവയർനെസ് തരുന്നത്. കുറച്ചൊക്കെ ഭയം ഉണ്ടാകും. പക്ഷെ അവിടെ നമ്മൾ എന്താണ്? ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇട്ടിട്ട് ആ ഭയത്തെ നമ്മളങ്ങ് കീഴ്പ്പെടുത്തും. ട്രസ്റ്റ്, വിശ്വസിക്കുക, എല്ലാം ശരിയായിക്കൊള്ളും. ട്രസ്റ്റ് ദ പ്രോസസ്. എല്ലാം ശരിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ കാരണം? വേറെ വഴിയില്ല. വേറെ വഴിയുണ്ടോ? വേറെ വഴിയുണ്ടോ? എൻ്റെ ബിസിനസ് വിജയിക്കുമ്പോൾ ഞാനങ്ങ് ട്രസ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഉള്ളിൽ പറയും, സാറേ എൻ്റെ പഴയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അതാണ്, ഞാൻ ഇതാണ്, എനിക്ക് ഒരുപാട് പരാജയങ്ങൾ നേരിട്ടുണ്ടോ? അപ്പോഴും നിങ്ങൾ പറയേണ്ടത് ഇറ്റ്സ് ഓക്കെ ടു ഹാവ് എ ഹിസ്റ്ററി ലൈക്ക് ദാറ്റ്. നമുക്ക് അങ്ങനെ പാസ്റ്റ് ഉണ്ടാകാം. അത് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട, നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ട. ആ പാസ്റ്റിനെ, ആ പെയിനെ, അതിൽ നിന്നുണ്ടായിട്ടുള്ള ഫിയറിനെ ഹീൽ ചെയ്യണം. ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പിലൊക്കെ പങ്കെടുത്തിട്ട് ഹീൽ ചെയ്യാം. യു ക്യാൻ ഹീൽ. ഇപ്പോൾ ഇവിടെ ഫൈസൽ ബാബു ഹീൽ ചെയ്തത് അങ്ങനെയാണ്. അവിടെ നമുക്ക് ഹീൽ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അത് ഹീൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം? അത് മറികടന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അതൊക്കെ ഉണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ട്രസ്റ്റ് ചെയ്തേ പറ്റും. യു ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. ട്രസ്റ്റ് ദ പ്രോസസ് എന്താണ്? നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെ വിജയിപ്പിക്കൂ? അറിയില്ല. പരാജയം വന്നാൽ എന്ത് ചെയ്യും? അറിയില്ല. ഇറ്റ്സ് ഓക്കെ ടു നോട്ട് നോയിങ് എവറിത്തിങ്. എല്ലാം അറിയാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ദാറ്റ്. ആൻഡ് ദാറ്റ് മൈറ്റ് ബി ദ ബെസ്റ്റ് തിങ്. നമുക്ക് എല്ലാം അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് when we try to know everything, എല്ലാം എങ്ങനെയാവും, അങ്ങനെയാവും. We try to control everything. So don't try to control everything. Because you cannot control everything. You can just keep working, keep working, keep working, keep working, keep working, keep working, and keep improving. Make it better. You may fail multiple times, but you are not ready to give up. Clear or not? You are not ready to give up. You just keep on working, keep on working, keep on working, keep on working. Make it improve. Very genuine, natural growth build ചെയ്തുകൊണ്ട് വരണം. And that's what I want you to build. And fear will be there. Be ready to do it. Like, എല്ലാം ചെയ്യാനുള്ള, പരമാവധി നമുക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. You can bring back your life. നിങ്ങളുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ പറ്റും. The only way is to face your fears. ഫിയറിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. എനിക്കത് ഭയമാണ്, എനിക്കിത് ഭയമാണ്, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല. No. You have to get up and you have to do it. Get up and 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 do it. Because no one else will come and do it for you. വേറെ ഒരാളും വന്നിട്ട് അത് ചെയ്യില്ല. Because that's not their dream. That is not their desire. That's not their goal. That is not their problems. അത് അവരുടെ പ്രശ്നമല്ല, അത് അവരുടെ ആഗ്രഹമല്ല, അത് അവരുടെ ലക്ഷ്യമല്ല, അത് അവരുടെ ഗോളല്ല, അത് അവരുടെ ഡ്രീം അല്ല. ഇറ്റ്സ് യുവർ ഡ്രീം. Who's going to work for it? It's you. Who's going to solve it? It's you. നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള നിങ്ങളെ. അതറിയോ? നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്
ഭയപ്പെടുത്തുന്ന ആളെയല്ലേ ഭയപ്പെടുള്ളൂ. ആരാ നിങ്ങളെ ഭയപ്പെടുന്നത്? ആരാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ തന്നെ കഥകൾ പറഞ്ഞ് പേടിപ്പിച്ച് വല്ലാണ്ടാക്കും. നോക്ക് ഫൈസൽ ബാബു ഇങ്ങനെ ചെയ്ത അങ്ങനെ ആവും. അതാരാ പറയണത്? ഫൈസൽ ബാബു തന്നെയാ പറയണത്. ചന്ദ്രൻ നല്ല തെങ്ങേറ്റക്കാരൻ. ആരാ പറഞ്ഞു? ചന്ദ്രൻ തന്നെ എന്ന് പറഞ്ഞ മാതിരിയാണ്. അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുന്ന ആരാ? നമ്മൾ തന്നെ. നമ്മളിതൊക്കെ വിശ്വസിക്കും ഓരോ കാര്യങ്ങൾ. ശരിയാണ്. നമ്മളാണ് ഈ കഥകൾ പറയുന്നത്. അപ്പൊ ഈ കഥകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇല്ലാത്ത കഥകളാണ് നമ്മൾ ഉണ്ടാക്കുന്ന കഥകൾ. ഈ കഥകൾ വിശ്വസിക്കരുത്. ഒരു കഥാവിശ്വാസിയാവരുത്. കഥാവിശ്വാസിയാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ പരാജിതൻ. മറ്റുള്ളവർ പറയുന്ന കഥകൾ വിശ്വസിക്കുക, സ്വയം ഉണ്ടാക്കുന്ന കഥകൾ വിശ്വസിക്കുക, മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് അതിനെ പുറത്ത് പുതിയ കഥകൾ ഉണ്ടാക്കുക. ഡോണ്ട് ബി എ സ്റ്റോറി ബിലീവർ. കറേജിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ബി എ ഫാക്ട്സ് ബിലീവർ. മനസ്സിലാകുന്നുണ്ടോ? കഥകൾ പറഞ്ഞിട്ട് പേടിപ്പിക്കരുത് സ്വയം. എന്താണ് കഥ? നിനക്ക് അന്ന് അങ്ങനെ സംഭവിച്ചില്ല, നിനക്ക് ഇങ്ങനെ സംഭവിച്ചില്ല, നിനക്ക് അത്രയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ, നിനക്ക് അറിയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി എന്താണ്? നമുക്ക് അറിയില്ല, നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല, നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തത് പരിഹരിച്ചിട്ടില്ല. അത് വിശ്വസിക്കുന്ന ആരുടെ കഥയാ? പരാജിതന്റെ കഥയാണ്. അടി പോയവന്റെ കഥയെ വിശ്വസിക്കുന്നത്, വിജയിച്ചവന്റെ കഥയല്ല. അവൻ പറയുന്ന കഥകളല്ല. ഈ പരാജയപ്പെട്ട പലതവണ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടുള്ള നമ്മുടെ കഥകളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കാരണം എന്താ? ഒന്നും ചെയ്യാത്തവനാ, എന്നും ഭയപ്പെട്ടവനാ, എന്നും മിസ്റ്റേക്സ് ചെയ്തവനാ. ഇതിനു മുൻപും എന്തുകൊണ്ടാ പരാജയപ്പെട്ട? ഭയപ്പെട്ടത് കൊണ്ട്. ഇപ്പോഴും എന്താ ചെയ്യുന്നത്? ഭയപ്പെടല്. അസോർണോ? അപ്പൊ തീരുമാനിക്കുകയും ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരേണ്ട അടുത്തേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് ആ പ്രോജക്റ്റ് വിജയിപ്പിക്കുകയും ഭയപ്പെട്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. പാർട്ണർഷിപ്പിലേക്ക് ഇറങ്ങിയിട്ട് ഒരാളുടെ കൂടെ പാർട്ണർഷിപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റൈറ്റ് ആളുണ്ട്, അയാളുടെ കൂടെ പാർട്ണർഷിപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിച്ച് മുന്നോട്ട് പോകും, നിങ്ങളുടെ പ്രൊജക്ട് വിജയിക്കും, വേറെ ലെവലിലേക്ക് പോകും. നിങ്ങൾക്കറിയാം. എങ്കിൽ ഇറങ്ങടോ, ഇറങ്ങിയിട്ട് പണിയെടുക്കടോ. അല്ലാതെ കഥകൾ പറഞ്ഞിരിക്കാതെ. കഥകൾ പറയാൻ ഏതൊരുത്തനും പറ്റുള്ളൂ. കഥ പറഞ്ഞിരിക്കുക, കഥ പറഞ്ഞ് കാലം കഴിയുന്നല്ലാതെ ആര് വരും കാത്തിരിക്കുക? മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു സ്ത്രീയാണെന്ന കഥ, ഞാനൊരു അമ്മയാണെന്ന കഥ, ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ഞാനൊരു അമ്മയാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടതാണ്, ഇന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ടത്. എനിക്ക് പറ്റൂല, ഞങ്ങൾക്ക് പറ്റൂല. ആരെങ്കിലുമൊക്കെ പറഞ്ഞ കഥ വിശ്വസിച്ചാൽ അതൊക്കെ തന്നെ അവസ്ഥ. അവർ പറയാണ് അത് ചെയ്യാൻ പാടില്ല, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഒരു പെണ്ണാണ്, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പേടിപ്പിച്ച് നിർത്തി കഥകൾ പറഞ്ഞിട്ട്. സോ ലൈഫ്, ദർ ഇസ് ഓൺലി വൺ ചാൻസ്. ചാൻസ് ഉള്ളൂ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടമുള്ള ജീവിതം ജീവിക്കാനുള്ള അവസരം. ഒറ്റ ചാൻസാണ് ഇവിടെ ഇപ്പൊ ഉള്ളത്. തെറ്റാതെ ജീവിക്കണം എന്നല്ല പറയുന്നത്, ശരിയായത് തന്നെ ധൈര്യത്തോടു കൂടി ജീവിക്കാൻ. അല്ലെ? തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തെറ്റാണോ? അല്ല. ആ പുസ്തകം എഴുതുന്നത് തെറ്റാണോ? ആ ഗവൺമെന്റ് ജോലി വാങ്ങിക്കുന്നത് തെറ്റാണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ? ഇറ്റ്സ് ഇറ്റ് റോങ്? ദർ ഇസ് നത്തിങ് റോങ്. നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊന്നും തെറ്റും തിന്മയൊന്നും അല്ല, ശരികൾ തന്നെ. ഈ ശരികൾ ചെയ്യാൻ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ പിന്നെ തെറ്റുകളുടെ അവസ്ഥ പോട്ടെ. തെറ്റുകൾ വേണ്ട, തെറ്റുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ശരികൾ തന്നെ നമ്മളിങ്ങനെ ഭയന്ന ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ന്യായമുണ്ട്, സത്യമുണ്ട്, ശരിയുണ്ടെങ്കിൽ പോയിട്ട് ചെയ്യാം. അപ്പൊ മറ്റുള്ളവർ എന്തെങ്കിലും ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ പറയുക, ഇതെന്നും എൻ്റെ കരിയറിൽ ഏറ്റവും തുടക്കത്തിൽ തന്നെ വല്ലാണ്ട്, ഈ തുടക്കത്തിലാണ് ഭയം വല്ലാണ്ട് ഉണ്ടാവുക. തുടക്കക്കാരാണ് വല്ലാണ്ട് ഭയം ഉണ്ടാവുക. ഇവിടെ ഇരിക്കുന്ന അധികം ആൾക്കാരും തുടക്കക്കാരാണ്. തുടക്കത്തിലാണ് ഈ ഭയം. എന്ത്? മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള ഭയം. ഓക്കെ.
അപ്പൊ തുടക്കത്തിലുള്ള ആ ഭയം നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ തുടക്കക്കാരുടെ ഭയം എന്താണ്? അത് കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മന്ത്രമുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞൊരു വാചകം. ആ വാചകം ഇതാണ്, ഭയങ്കര പവർഫുള്ളാണ്. എന്നെ ഞാൻ രക്ഷപ്പെടുത്തിയത് അങ്ങനെ. പക്ഷെ കുറച്ച് ഫോഴ്സ് മെത്തേഡാണ്, പവർ മെത്തേഡ് അല്ല. ബട്ട് ഇറ്റ് വർക്ക്സ്. ചില സമയത്ത് ഫോഴ്സ് മെത്തേഡ് ഉപയോഗിക്കാം. ഞാൻ എന്നോട് പറഞ്ഞു വെച്ചാൽ, കാരണം റിപ്പീറ്റഡ്ലി പറഞ്ഞ് നമുക്ക് അങ്ങനെ നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ എന്നോട് പറഞ്ഞത്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുകയാണെങ്കിലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, ഞാൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതാണ് പ്രധാനം. ഞാനൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പോയിട്ട് നേടിയെടുക്കും. അതിനെക്കുറിച്ച് അതാരെങ്കിലും തടസ്സം അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ വാട്ട് യു തിങ്ക്. ഞാനെന്ത് വിചാരിച്ചാൽ എനിക്കൊരു വിഷയമില്ല എന്ന് വിചാരിച്ച് വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലേക്ക് ഹിറ്റായത്. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഹിറ്റായത്. മനസ്സിലാവുന്നുണ്ടോ? വീഡിയോ വൈറലായത്, ഈ സപ്പോർട്ട് ഉണ്ടായത്, ഈ പ്ലാറ്റ്ഫോം ഉണ്ടായത്, കുറെ ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്തു. അല്ലാതെ എൻ്റെ നാട്ടുകാർ ഞാൻ ഭയപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ നാട്ടുകാരെന്ത് വിചാരിക്കും, എൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും? ഐ ഡോണ്ട് കെയർ മാൻ. ബിക്കോസ് അവരെന്തെങ്കിലും വിചാരിച്ചോട്ടെ. ബിക്കോസ് ദേ ആർ നോട്ട് ഡൂയിങ്. ഇപ്പം അവരെന്താ വിചാരിക്കുന്നത്? ദേ ആർ പ്രൗഡ് ഓഫ് മീ. നിങ്ങൾ ഭയപ്പെടുക. മറ്റുള്ളവർ ആദ്യം നിങ്ങളെ പരിഹസിക്കും, പുച്ഛിക്കും, തടയും, ആക്രമിക്കാൻ ശ്രമിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ വിജയം. ഞാൻ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട്, വീഡിയോസിനെ ബേസ് ചെയ്തിട്ട് ഷാഫി ആവശ്യമുള്ള കാര്യമൊക്കെ പറഞ്ഞാൽ പോരെ, ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ അഭിപ്രായം പറയണോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ പണി നോക്കി, ഞാൻ എൻ്റെ പണി നോക്കാം. നിങ്ങൾക്കും പണിയെടുക്കാനുള്ള അവസരമുണ്ട്, എനിക്കും പണിയെടുക്കാനുള്ള അവസരമുണ്ട്, അവകാശമുണ്ട്. സോ എന്നെ കൺട്രോൾ ചെയ്യാനോ ഇതിനുള്ള അതിനുള്ള ഇത് നിങ്ങൾക്കില്ല, റൈറ്റ് നിങ്ങൾക്കില്ല, സ്പേസ് ഇല്ല. ഞാൻ ആളോട് മുഖത്ത് നോക്കി പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വായടച്ചിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയും പറയുന്നവരോ, നിങ്ങളിങ്ങനെ പറഞ്ഞു എന്നും പറയുന്നു, നിങ്ങളെ ഐഡന്റിറ്റിയും വെളിപ്പെടുത്തുന്നു. പിന്നെ അയക്കൊന്നും പറയല്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള ചിന്താഗതിക്കാരനാണ് എന്നുള്ളത് പറയുന്നു പറഞ്ഞു. സോ അവർ നമ്മളെ പേടിപ്പിച്ചപ്പോൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ആൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരാളെ ഭയപ്പെടുത്തണം. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആശയങ്ങൾ ഉണ്ടാവാം, ആൻഡ് ദാറ്റ്സ് ഓക്കെ. അധികം ആൾക്കാരും നിങ്ങളെ ഭയപ്പെടുത്തുന്നവരാരാന്നറിയോ? അവര് നമ്മളെന്താണോ മറികടന്നത്, ആ മറികടന്നതിനെ ആഗ്രഹിക്കുകയും എന്നാൽ അത് ചെയ്യാൻ കഴിയാതെ ഭയപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അധികം ആൾക്കാർ. അവരാണ് നമ്മളെ ഭയപ്പെടുത്തുക. അവർക്ക് അതിൽ അഭിപ്രായം പറയാൻ ഉണ്ടാവുള്ളൂ, അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ, അവരാഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചെയ്യാൻ ഭയപ്പെട്ടു. ആ ഭയപ്പെട്ട കഥയാണ് നമ്മളോട് പറയാൻ. പക്ഷെ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ നമ്മൾ ഭയപ്പെടുന്ന കാര്യത്തിൽ ഒരു ഒപ്പീനിയൻ ആർക്കാ പറയാനുണ്ടാവുക? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ആൾക്കാരല്ലേ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. ചിന്തിക്കാത്ത ഒരാൾ അതിനെപ്പറ്റി അഭിപ്രായം പറയോ? പറയില്ലല്ലോ. എനിക്കറിയില്ല എന്നാ പറയുള്ളൂ. പക്ഷെ ചിന്തിച്ച ഒരാളുണ്ടാവും, അയാൾ എന്നിട്ട് ചിന്തിച്ചിട്ട് ഭയപ്പെട്ടിട്ടുണ്ടാവും. ഈ ഭയപ്പെട്ടവരാണ് എന്ത് ചെയ്യുക? പറയുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ, എല്ലാവരോടും പറയാനുള്ളത്, ഡോണ്ട് വറി, യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. ഈ ലെസൺ നിങ്ങൾ ആവശ്യമുള്ളതാണ്, കേൾക്കേണ്ടതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭയം എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നിങ്ങൾ അതുണ്ടാകും, അതുള്ളത് കൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട്. ഇറ്റ്സ് ഓക്കെ. ചില ആൾക്കാർക്ക് എങ്ങനെയാണ്, ചില ആൾക്കാർ എന്ത് ചെയ്യുക? ഭയത്തെ പൂർണ്ണമായിട്ട് എടുത്ത് കളയാം. ഐ ഡോണ്ട് കെയർ. ലൈഫിടോ ആര് ചോദ്യം ചെയ്യാനോടോ? നിയമത്തിനെതിരായിട്ടൊന്നും ചെയ്യരുത്, തിന്മ ചെയ്യരുത്. ചെയ്ത ഉള്ളിൽ പോവും, അതേത് കൊമ്പനാണെങ്കിലും പോവും. തിന്മ ചെയ്ത കർമ്മ കിട്ടും. അതല്ലാത്ത നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോയിട്ട് ചെയ്യും, ജീവിക്കും. ഒറ്റ ചാൻസ് ഉള്ളു, ഒരാളുണ്ടാവില്ല. ചാൻസ് കഴിഞ്ഞ് ബെഡിൽ കിടന്നിട്ട്, കിടപ്പിലായിട്ട് 10, 60, 70, 80 വയസ്സായിട്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, ഞാൻ ജീവിച്ചില്ലല്ലോ,
ഞാൻ എൻ്റെ വീട്ടുകാർ പറയുന്നത് മാത്രം കേട്ടു, നാട്ടുകാർ പറയുന്നത് മാത്രം കേട്ടു, അവരുടെ അഭിപ്രായം പേടിച്ചു, അവരുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി, എൻ്റെ ഇഷ്ടങ്ങൾ പുറകെ പോയില്ല, ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ കണ്ടില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തില്ല, ഞാൻ യാത്ര ചെയ്തില്ല, ഞാൻ ബിസിനസ് ചെയ്തില്ല, ഞാൻ പുസ്തകം എഴുതിയില്ല, ഞാൻ ഒരുപാട് ബുക്കുകൾ വായിച്ചില്ല, ഞാൻ എനിക്ക് വേണ്ടി ടൈം കണ്ടെത്തിയില്ല, ഞാൻ എക്സസൈസ് ചെയ്തില്ല, ഞാൻ ജിമ്മിൽ പോയില്ല, ഞാൻ വർക്കൗട്ട് ചെയ്തില്ല. എന്തിന്? മറ്റുള്ളവരെന്ത് വിചാരിക്കും? ജിമ്മിൽ പോയാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, പേടിച്ചിട്ടിരുന്നവർ. നല്ലൊരു ആരോഗ്യപരമായ ഒരു കാര്യം, നല്ലൊരു ശീലം. മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞാൻ ജിമ്മിൽ പോയാൽ? ഞാൻ തടിയില്ല, ഇപ്പൊ തന്നെ ഈ തടിയില്ലാതെ ഞാൻ പോയാൽ എന്നോട് കുറെ ചോദ്യം ചോദിക്കും, നീ എന്തിനാ ഇതിൽ വരുന്നു? അറിയാത്തവന്മാർ പലതും ചോദിക്കും. മനസ്സിലാണ്ടോ? കാര്യങ്ങൾ വ്യക്തമായി അറിയുന്ന ഒരാളും അറിവുള്ള ഒരാളും ഒന്നും നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല. അറിവുള്ളവൻ പക്വതയുള്ളവനാണ്. അറിവുള്ളവൻ അവൻ അറിയാം ഇതിന്റെ യാഥാർത്ഥ്യം എന്താ. വിജയിച്ചവൻ പക്വതയുള്ളവനാണ്. അവൻ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. പരാജയപ്പെട്ടവനേ ക്വസ്റ്റ്യൻ ചെയ്യൂ. വിജയിച്ചവൻ നിങ്ങളോട് ചിലപ്പോൾ എന്ത് ചെയ്യും? അതിനുള്ള ധൈര്യം. അവൻ അതിന്റെ അവസ്ഥ അറിയാം. മനസ്സിലാകുന്നുണ്ടോ? അവൻ അതിന്റെ അവസ്ഥ അറിയാം. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് വരിക. ഭയമൊക്കെ ഉണ്ടാകും. ഭയമുള്ളവന് റെസ്പെക്ട് ചെയ്യും വിജയിച്ചവൻ. അപ്പോൾ വിജയിച്ചവർ പറയുന്നതാണോ? അവരുടെ അപ്രീസിയേഷൻ ആണ്, അവരുടെ റെക്കഗ്നേഷൻ ആണ്, അവരുടെ കൈൻഡ് ഓഫ് എന്താ പറയുക റെസ്പെക്റ്റ് ആണോ ഇമ്പോർട്ടൻ്റ്? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്നത്? വാട്ട് ആർ യു? സോ ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി. പേടിച്ച് നിൽക്കരുത്. വെനെവർ യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഇറങ്ങിത്തിരിക്കുക, കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. പേടിച്ച് നിൽക്കേണ്ട, കഥകൾ പറയണ്ട. പിന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ പാർട്ണർ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ മക്കൾ അങ്ങനെയില്ല, എന്നിട്ട് ചാടി ഇറങ്ങി ചെയ്ത് പോവാന്നുള്ളതാണ്. കുറച്ചുകൂടെ അതിൽ എന്താ പറയുക, ഒരു ഹീലിംഗ് ഒക്കെ ചെയ്ത് അതിൽ വിശ്വസിക്കുക. അതെല്ലാം നടക്കും, എല്ലാം റെഡിയാവും. ഞാൻ വെറുതെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കഥകൾ കേട്ടിട്ട് ഞാൻ തന്നെ കഥകൾ മെനഞ്ഞ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് എൻ്റെ ഉള്ളിലൊരു ഐഡന്റിറ്റി ആക്കി, എൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ആക്കി, എൻ്റെ ഉള്ളിലൊരു ഇമോഷൻ ആക്കി ഞാൻ അത് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാകുന്നില്ല? ഇവിടെ കോഴ്സുകൾ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള കഥകളുമായിട്ട് നടന്നവരാണ്. അപ്പോൾ നമ്മുടെ ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഫിയർ മൂലം നിങ്ങൾ സ്റ്റക്ക് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അൺസ്റ്റക്ക് ചെയ്യാം നിങ്ങളെ. എന്നിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോവാം. ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. തുടങ്ങാം. പുതിയൊരു തുടക്കം ഉണ്ടാവട്ടെ എല്ലാവർക്കും. എല്ലാവരുടെയും ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവട്ടെ. നമുക്കറിയാലോ, നമ്മുടെ പ്രോഗ്രാം മോർണിംഗിൽ നമുക്ക് അടുത്ത ബുധനാഴ്ച മുതൽ 5 ഡേയ്സിലേക്ക് നമ്മളൊരു ട്രെയിനിങ് വെച്ചിട്ടുണ്ട്. ആ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് വരാം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോഗ്രാമിലേക്ക് വരാം. നമുക്കറിയാം പ്രോഗ്രാമിൻ്റെ ഫീ വരുന്നത് 399 രൂപയാണ്. അതിലേക്ക് വരിക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാം? പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ഇക്ബാൽക്ക പറഞ്ഞു അറൗണ്ട് 30 പീപ്പിൾ, 30 ആൾക്കാരാണ് 30 ആൾക്കാരാണ് നമ്മളുടെ ലൈഫ് നിയന്ത്രിക്കുന്നത്. അവരെ ഭയപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. 30 ആൾക്കാരുടെ അവരെ ഭയപ്പെട്ടാ ജീവിക്കുന്നത്. ആ നാട് വിടണം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഹിജ്റ പോകണം, നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു സാഹചര്യം. ഹിജ്റ പോകണം. പ്രവാചകൻ പോയിട്ടുള്ളതാ. മക്കന്ന് മദീനത്തേക്ക് പോയി. അവിടെ നടക്കില്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകണം. പറിച്ച് നടപ്പെടണം എന്ന് പറഞ്ഞില്ല. നമ്മൾ ആ നാട്ടിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ദാരിദ്ര്യം പിടിച്ച മൈൻഡ് സെറ്റും ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള കാഴ്ചപ്പാടുമായിട്ടുള്ള കുറെ ആൾക്കാരുള്ള നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അവിടുന്ന് വിടണം. അത് ബന്ധുക്കളാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വിടണം. ലീവ് ദം, സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. ദിസ് ഈസ് യുവർ ചാൻസ്. ദിസ് ഈസ് യുവർ കോളിംഗ്. ദിസ് ഈസ് യുവർ മൊമെന്റ്. വേക്ക് അപ്പ്. വേക്ക് ദ ഫക്ക് അപ്പ് ആൻഡ് ജസ്റ്റ് മൂവ്. വണ്ടി എടുത്തിട്ട് സ്ഥലം വിട്ടോണം. എവിടെ പോയിട്ട് ജീവിക്കാൻ പറ്റും അവിടെ പോയിട്ട് ജീവിക്കണം. ലിവ് യുവർ ഡ്രീംസ്. കാരണം വേറൊരാളും അങ്ങനെ ജീവിക്കണം. അല്ലാതെ എന്താ വേറെ വഴിയൊന്നുമില്ല. എങ്ങനെ? ഫിഗർ ഇറ്റ് ഔട്ട് എന്നാ ഞാൻ പറയുള്ളൂ. എങ്ങനെയെന്നുള്ളതിനൊന്നുമില്ല. സ്വപ്നം കാണണം, വിഷ്വലൈസ് ചെയ്യണം.
അതിലേക്കുള്ള ആശയങ്ങൾ വരും. ആ ആശയങ്ങൾ വരുമ്പോൾ അതിനെ ട്രസ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ട് മുന്നോട്ട് പോകണം. മനസ്സിലാവുന്നുണ്ട്? അല്ലെങ്കിൽ ഹീൽ ചെയ്ത് എനർജി ചെയ്തിട്ട് സാഹചര്യങ്ങൾ അനുകൂലമാക്കി എടുക്കണം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റും. ഓക്കെ, ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹീൽ ചെയ്യൂ, ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. ഓക്കെ, നമുക്ക് 2 വഴിയാണുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവോൾവ്ഡ് ആവുക, നമ്മൾ ഭയങ്കര പവർഫുൾ ആവുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിൽ വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ ചേഞ്ച് ചെയ്യുക. 2 ചേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. ഒന്നുകിൽ നമ്മൾ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുകളെ ചേഞ്ച് ചെയ്യുക. ഇതാരാ ചെയ്യുക? നമ്മൾ തന്നെ. നമ്മുടെ ചുറ്റുപാടുകളിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ ചുറ്റുപാടുകളെക്കാട്ടിലും പവർഫുൾ ആയിട്ട് നമ്മൾ മാറണം. ഭയങ്കര പവർഫുൾ ആയിട്ട് മാറുക. അല്ലെങ്കിൽ പിന്നെ എന്താണുള്ള വഴി? കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത്, എന്നാൽ ഹൈലി ചാലഞ്ചിങ് ആണ്. അവിടെ നിന്ന് ഇറങ്ങി ഒളിച്ചോടി വേറെ സ്ഥലത്ത് പോയിട്ട് അനുകൂലമായ സാഹചര്യത്തിൽ പോയി താമസിക്കും. അത് ഭയങ്കര ചാലഞ്ചാണ്. അല്ലാതെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാലും പിന്നോട്ട് പോകുന്നു. പിന്നോട്ട് പോകൂ, മുന്നോട്ട് പോകും, പിന്നോട്ട് പോകും, മുന്നോട്ട് പോകും, പിന്നോട്ട് പോകും. അങ്ങനെ പോയി 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 ആരും നിങ്ങൾ പിന്നോട്ട് പോകുന്നുണ്ടോ? നിങ്ങൾ അത്ര അങ്ങോട്ട് സ്ട്രോങ് ആയിട്ടില്ല എന്നുള്ളതാണ്. അതല്ലേ കാണിക്കുന്നേ. വീണ്ടും ട്രൈ ചെയ്യുക. സ്ട്രെങ്ത് കൂട്ട്, ഹീൽ കണ്ടിന്യൂസ്ലി ഹീൽ. ലൈക്ക് 1 day 2 day 3 days കണ്ടിന്യൂസ്ലി ഇരുന്ന് ഹീൽ ചെയ്ത് 90 ദിവസമൊക്കെ ഹീൽ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? യു ബിൽഡ് എ മസിൽ. പിന്നെ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ ചെയ്യുക. അല്ലെങ്കിൽ കഥ കേട്ട് വീഡിയോ കണ്ടിരിക്കാൻ ആർക്കും പറ്റുള്ളൂ. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ കണ്ടു പോകാനും മറ്റുള്ളവന്റെ കഥ കേൾക്കാനും മറ്റുള്ളവന്റെ വ്ലോഗ് കാണാനും ഒക്കെ ഏതൊരുത്തിനും പറ്റും. അതൊന്നൊരു പണിയല്ല എന്നാദ്യം തിരിച്ചറിയാം. പണി എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട്, ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട്, ഒരു ഗോൾ ഉണ്ടാക്കിയിട്ട്, അതിലേക്ക് പദ്ധതികൾ ഇരുന്ന് ഉറക്കമില്ലാതെ ഇരുന്ന് എഴുതി പദ്ധതി ഉണ്ടാക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നിരന്തരം ആൾക്കാരെ വിളിച്ച് സംസാരിച്ച് ഫോൺ കോൾ ചെയ്ത് അതിനെ മീറ്റ് ചെയ്യേണ്ടവരെ മീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് സീരിയസ് ആയിട്ട് അതിൻ്റെ പുറകെ പോയി അത് പ്ലാൻ ചെയ്ത് വീണ്ടും ഇമ്പ്രൂവ് ചെയ്ത് അതിനു വേണ്ടി എടുക്കേണ്ട പണികളെല്ലാം എടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആ ഒരു എഫേർട്ട് ഇടുന്ന ഒരാൾക്കാണ്. അതിനെയാണ് പറയുന്നത് ഗട്ട്സ്. അല്ലാതെ എല്ലാം ഞാൻ ചെയ്തു എന്നിട്ടും എന്നോട് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ചെയ്തവൻ രക്ഷപ്പെടും. നിങ്ങൾ എന്നോട് ആ കഥ പറയണ്ട, വേറെ ആരുടെയെങ്കിലും പോയി പറഞ്ഞു. ആ കഥയൊന്നും ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് അനുകൂലമല്ല, എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഇങ്ങനെയാണ്. സോ വാട്ട്? നിങ്ങളെക്കാട്ടിലും കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസവും, റേപ്പ് ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും എല്ലാം നഷ്ടപ്പെടുകയും കുടുംബം നഷ്ടപ്പെടുകയും മാതാപിതാക്കളെ നഷ്ടപ്പെടുകയും സഹോദരങ്ങളെ നഷ്ടപ്പെടുകയും ഭർത്താവിനെ നഷ്ടപ്പെടുകയും ഭാര്യയെ നഷ്ടപ്പെടുകയും ഡിവോഴ്സ് ആകപ്പെടുകയും എല്ലാം സംഭവിച്ചിട്ടും പിടിച്ചു നിന്നവർ തിരിച്ചു വന്നവരുടെ കഥകളുള്ള ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ആരോടാ നിങ്ങൾ ഈ കഥ പറയണത്? ആര് കേൾക്കാനാ നിങ്ങളുടെ ഈ കഥ? എന്നിട്ട് ആരുടെ സിമ്പതിക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ ആരെയാണ് ഈ ബോധ്യപ്പെടുത്താൻ നോക്കുന്നത്? നിങ്ങൾ ആരെയാണ് ഈ സങ്കടങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ തോന്നുന്നത്? നിങ്ങൾക്ക് തന്നെ കംഫർട്ട് സോൺ, നിങ്ങൾക്ക് തന്നെ എന്താ വെച്ചാൽ ന്യായീകരണ കഥ ഉണ്ടാക്കിയിട്ട് നടക്കാന്നല്ലാതെ അതും പറഞ്ഞു നടന്നാൽ നിങ്ങൾക്ക് നടക്കാൻ അവസാനം തീരും. സോ ഭയം എല്ലാവർക്കും ഉണ്ടാവും. ഒരു വാല്യൂ ഇല്ലാത്ത ഈ കഥകളങ്ങ് നിർത്തിയത്. നിനക്ക് റിസൾട്ട് വേണം, നീ പണിയെടുക്കണം. നിനക്ക് റിസൾട്ട് വേണം, നീ പഠിക്കണം. പഠിച്ചേ പറ്റൂ. 2 ദിവസം പഠിച്ചു, 2 ദിവസം ഹീൽ ചെയ്തു, 3 ദിവസം ഹീൽ ചെയ്തു, 1 ആഴ്ച ഹീൽ ചെയ്തു, 1 മാസം ഹീൽ ചെയ്തു, അല്ലെങ്കിൽ 32 ദിവസം 42 ദിവസം ഹീൽ ചെയ്തു. കുറെ ഹീലിംഗ് നടന്നു. എന്നാലും വേറെ ഒരു ഏരിയാസിൽ ഇനിയും ഹീൽ നടന്നു. ഇറങ്ങിയേ പറ്റൂ, ഹീൽ ചെയ്തേ പറ്റൂ. നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഥ പറഞ്ഞിട്ടിരിക്കുക. ഇപ്പോഴും 1-ാം ക്ലാസ്സിലാണോ, 2-ാം ക്ലാസ്സിലാണോ, 3-ാം ക്ലാസ്സിലാണോ? ഇപ്പോഴും ചെറിയ കുട്ടിയാണോ? 10-35 വയസ്സായില്ലേ? ബോധം വന്നില്ലേ? 10-20 വയസ്സായി, 25 വയസ്സായില്ലേ? ബോധം വന്നില്ലേ? ഇനിയെങ്കിലും നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേ പറ്റൂ എന്നുള്ള ചിന്ത വന്നില്ലേ? നിങ്ങളെ കൊണ്ട് പറ്റും. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വെറുക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇങ്ങനെ ചിന്തിക്കണം. വേറെ വഴിയില്ല. നിങ്ങളോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല പറയുന്നത്, സ്നേഹം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. വേറെ വഴി നമുക്കില്ല.
I know you love yourself. I know you would badly want to support yourself. എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തും, നിങ്ങളുടെ ലൈഫ് മാറണം. ഒരു കാര്യം ഞാൻ പറഞ്ഞതാ, കടുത്ത തീവ്രമായിട്ട് ആഗ്രഹിച്ചു, അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ അരക്കാര്യം ചെയ്യാൻ പറ്റും, ഒരു കാര്യം ഫുൾ ചെയ്യണ്ട. അതാണെങ്കിൽ അത് ചെയ്തു. യു വിൽ റീച്ച് ദെയർ. ഓക്കെ, ലവ് യുവർ ഡ്രീംസ്, പ്രൊട്ടക്ട് യുവർ ഡ്രീംസ്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വിഷ്വലൈസ് ചെയ്യുക, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ട്? ആൻഡ് ദാറ്റ്സ് എനഫ്. You're on the right track. You'll be reaching there. Yeah? So, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇതിന് ഹെൽപ്പ് അവൈലബിൾ ആണ്. കഥകൾ പറഞ്ഞിരിക്കാതെ ഗെറ്റ് ദ ഹെൽപ്പ്. സ്വയം ചിന്തിച്ചിരിക്കാതെ ഗെറ്റ് ദ ഹെൽപ്പ്. ഫൈസൽ ബാബു ഹെൽപ്പ് കിട്ടിയ ഒരാളാണ്. കമർജാൻ ഹെൽപ്പ് കിട്ടിയ ഒരാളാണ്. ഷിജു ഹെൽപ്പ് എടുത്ത ഒരാളാണ്. ഗെറ്റ് ദ ഹെൽപ്പ്. ഓക്കെ, ഫൈറൂസ ഹെൽപ്പ് എടുത്ത ഒരാളാണ്. ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ. ജംഷീദ്, ലോട്ട് ഓഫ് പീപ്പിൾ. ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ? വേറെ ആരും വരില്ല, ഭയപ്പെട്ട് നിൽക്കേണ്ട. വഴി ഇവിടെയുണ്ട്. ട്രസ്റ്റ് ചെയ്യുക, ഭയം എടുത്ത് കളയാം. അങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും, റിസൾട്ട് കിട്ടില്ല, പൈസ പോവോ, അതൊക്കെ എടുത്ത് കളയടോ. ഒരു ചെറിയ കേസല്ലേ, എന്ത് ചെറിയ കുട്ടികളെ പോലെ ചിന്തിക്കും. ഞാൻ നിങ്ങളുടെ ഭയത്തെയോ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റിയോ ചെറുതാക്കി കാണാനല്ല. എന്നാ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക? ഇങ്ങനെ ചിന്തിച്ചിരിക്കുക ഒരു കാര്യത്തിൽ. ശരിയാ, നിങ്ങൾക്കിതിനു മുൻപ് ചതി സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിതിനു മുൻപ് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും, നിങ്ങൾക്കിതിനു മുൻപ് ക്യാഷ് പോയിട്ടുണ്ടാവും. പക്ഷെ ആ കഥയും പിടിച്ചുകൊണ്ടിരുന്ന നടക്കുമോ? വീണ്ടും ട്രസ്റ്റ് ചെയ്യുക, വേറെ വഴിയൊന്നുമില്ല. എക്സ്പ്ലോർ മോർ, ട്രസ്റ്റ്. അതിൽ തന്നെയല്ലേ എൻജോയ്മെന്റ്, അതിൽ തന്നെ രസം, അതിലല്ലേ. അപ്പോൾ പക്ഷെ അതിന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് വരിക. അത് എങ്ങനെ ട്രസ്റ്റ് നോക്കേണ്ടത്? പഠിക്കുക, ട്രാക്ക് റെക്കോർഡ് ചെക്ക് ചെയ്യുക. ആർക്കാണ് നിങ്ങളെ ശരിക്കും ഹീൽ ചെയ്യാൻ പറ്റുക? ആർക്കാണ് നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ആർക്കാണ് നിങ്ങളെ ശരിക്കും നിങ്ങളുടെ പ്രൊജക്റ്റുകളിൽ സഹായിക്കാൻ പറ്റുക? അവരുടെ ഹിസ്റ്ററി പഠിക്കുക, അവരുടെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുക, അവർ ഉണ്ടാക്കിയിട്ടുള്ള റിസൾട്ട് പഠിക്കുക, ട്രാക്ക് റെക്കോർഡ് പഠിക്കുക. ചെക്ക് ദിയർ റിസൾട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഏത് മേഖലയിലും അവരവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് നോക്കുക. ആ റിസൾട്ടിൽ അവർ ഓക്കെയാണ്. ദാറ്റ്സ് ഇറ്റ്. ഓൺലി ദാറ്റ് മാറ്റേഴ്സ്. വേറെ കാര്യങ്ങളൊന്നും മാറ്റർ അല്ല. അവർക്ക് അവരുടെ ജോലി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അവരുടെ കൂടെ വർക്ക് ചെയ്യുക, അവരുടെ അടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. സോ ട്രോമ ഹീലിംഗ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിൽ എനിക്കത് ചെയ്തു തരാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ടോ? ഫൈസൽ ബാബു പറയും. പറഞ്ഞോ ഫൈസൽ ബാബു. യെസ് സാർ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ കം ആൻഡ് ട്രസ്റ്റ്. കൂടെ വരിക, പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക, ഫിയറൊക്കെ മാറ്റുക, അതിന് ഹീലിംഗ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വഴിയിലൂടെ ഹീൽ ചെയ്ത് സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ധൈര്യത്തോടെ. ഇന്നത്തെ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഹോപ്പ് യു ആർ എൻജോയിങ് ദ സെഷൻസ്. മോർണിംഗിലെ സെഷൻസ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? നല്ല ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയോ? ചില സമയത്ത് ഞാനിങ്ങനെ സൂചി എടുത്ത് കുത്തിയിട്ടുണ്ട്, കത്തി എടുത്തിട്ടൊക്കെ കുത്തിയിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ. ചിലപ്പോൾ ചെറുതായി ഇടയ്ക്കൊന്നും എന്ത് ചെയ്യണം, അത് സ്നേഹത്തിൻ്റെ ഒരു മനസ്സിലാവുണ്ടോ? ഓമനക്കൊട്ടെന്നൊക്കെ പറയുന്ന പോലെ ഇടയ്ക്കൊരു എന്താ പറയുക, സ്നേഹത്തിൻ്റെ ഒരു നോവ് നമ്മുടെ ഉള്ളിലേക്ക് ചില സമയത്ത് നമുക്ക് അങ്ങനെ വേണം. നമ്മളങ്ങനെ സംസാരിക്കണം, നമ്മളങ്ങനെ ഒരു ഉണർത്തണം, എന്നാലേ ഉണരുള്ളൂ. ചിലർ പിടിച്ച് ഇങ്ങനെ ഉറക്കം നടിച്ച് ഇങ്ങനെ കിടക്കും, പേടിച്ചിട്ട്. കണ്ണ് തുറന്നാൽ ഉറക്കം പോലോ എന്നുള്ള പേടിച്ചിട്ട്, ഈ സുഖം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള പേടിച്ചിട്ട് ഉറക്കം നടിച്ച് അങ്ങനെ കിടക്കും. ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചുണർത്താം, ഉറക്കം നടിച്ച് കിടക്കുന്നവരെ വിളിച്ചുണർത്താൻ കുറച്ച് പാടാം. അപ്പോൾ 2 എണ്ണം കൊടുക്കണം.
ഉണർത്താൻ കഴിയാത്ത പ്രശ്നമൊന്നുമില്ല. അതിനൊക്കെയുള്ള മരുന്ന് നിങ്ങൾ എടുത്തിട്ട് 2 എടുത്തിട്ട് കുത്തിയാൽ മതി. ഒരു കത്തിയെടുത്ത് കുത്തിയാൽ ഏതൊരുത്തനും ഉണരും. പറഞ്ഞോ, അവർക്കൊന്ന് അടിച്ച് കിടക്കുന്നവനും ഉണരും. അപ്പൊ അതാണ് ഞാൻ ഇടയ്ക്ക് 1-2 പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടത് എന്നെ കുറിച്ചാണ്, എന്നെ തന്നെയാണ്. ആണ്, ഐ ഡോണ്ട് കെയർ. ആണ്. എന്താ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ പറയൂ. ഉറക്കം നടിച്ച് കിടക്കല്ലേ, കഥ പറഞ്ഞ് കിടക്കല്ലേ, വേറെ വഴിയില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ഇന്നത്തെ സെഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവസാനിപ്പിക്കാം. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ടുഡേ? ഗ്രേറ്റ് വാല്യുബിൾ സെഷൻ, വാട്ട് ക്ലാസ്. ഇറ്റ് ഈസ് എ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ. യെസ് അഷ്റഫ്, താങ്ക് യു. നിങ്ങൾ നമ്മുടെ മോർണിംഗ് ക്ലാസ്സിലേക്കൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ കൂടുതൽ ആൾക്കാർ കൊണ്ട് നമ്മുടെ പ്രോഗ്രാം അറിയാലോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. ഓക്കെ, രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. 199 രൂപയ്ക്കാണ് നമ്മുടെ ആ പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആർക്കെങ്കിലും പങ്കെടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ജോയിൻ ചെയ്ത ആൾക്കാർ എന്തായാലും ആ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അതിൻ്റെ വീഡിയോ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഉണ്ടാവും. ടുഡേ ക്ലാസ് റെക്കോർഡ് കിട്ടുമോ? എല്ലാ റെക്കോർഡ്സും നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഫൗസിയ, എല്ലാ ദിവസത്തെ റെക്കോർഡും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൻ്റെ റെക്കോർഡ്സ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. ഗുഡ് ക്ലാസ്, ഗീവ് മോർ ഇൻഫർമേഷൻ. വെരി ഗുഡ്. അപ്പോൾ താങ്ക് യു. ഫൗസി, നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ നമ്മളുടെ EFT ജോയിൻ ചെയ്തിട്ടുണ്ടോ? EFT കോഴ്സ്? യെസ്, ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഹുമൈറ, ജോയിൻ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ചെറിയ പ്രോഗ്രാം അല്ല, EFT പ്രോഗ്രാം ഞാൻ ഉദ്ദേശിച്ചത്. 42 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ജംഷി, എന്താ പറയാനുള്ളത്? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? കുറച്ച് ദിവസമായി കണ്ടിട്ട്. ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. എന്താണ് വിശേഷം? യാത്രയിലായിരുന്നു. ആ, അപ്പൊ ഇന്ന് തിരിച്ചെത്തിയപ്പോ ഈ ടൈം ആയപ്പം പെട്ടെന്ന് ഉണർന്നു. അപ്പൊ ക്ലാസ് കയറിയതാണ്. ക്ലാസ് കേട്ടോ? കംപ്ലീറ്റ് കേട്ടോ? തുടക്കം മുതലേ കയറിയിരുന്നു? ഇല്ല, 7 മണി മുതൽ 7 മണി മുതൽ കേട്ട ഒരു കാര്യത്തിൽ ക്ലാസ്. എന്താണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ചെക്കായി നിൽക്കുന്നവരോട് പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നി. പല ആൾക്കാരും ചിന്തിക്കുന്ന കാര്യമാണ്. നമ്മളാണെങ്കിലും ഓരോരുത്തരാണെങ്കിലും പലപ്പോഴും ചിന്തിക്കുന്ന അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഞാനൊന്നിനുമില്ല. ആ ഒരു മൈൻഡ് സെറ്റ് അധികം ആൾക്കാർക്കും ഉണ്ട്. അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എനിക്കതാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ കോഴ്സിൽ 10 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു. എന്താ ഫീൽ അതെ. ചെയ്തത് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട്? അതുകൊണ്ട് ഞാൻ അതിൽ എന്തൊക്കെ റിയലൈസേഷൻ ഉണ്ടായി? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയോ? തീർച്ചയായിട്ടും ഞാൻ ടാപ്പിംഗ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്കതിപ്പോ ഒരു ബലാണ്. കാരണം ഞാൻ ഇത്രയും കാലം അത് പഠിച്ചില്ലല്ലോ. കാരണം മുൻപ് ഞാൻ മെഡിറ്റേഷൻ മാത്രമായി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് പഠിച്ചപ്പോ എനിക്ക് ഒന്നും കൂടെ എന്നെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റി. എനിക്ക് ഒന്നുകൂടെ സ്ട്രോങ് ആവാൻ പറ്റി. കാരണം എന്ത് കാര്യം സംഭവിക്കുമ്പോഴും എനിക്ക് ആ ഒരു ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഒരു വേയിലൂടെ പോകാനും, അതുപോലെ തന്നെ ടാപ്പിംഗ് ചെയ്യുമ്പോൾ എന്നെ കൂടുതൽ പവർഫുൾ ആക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം സെബിന മാമിന്റെ ഒരു പേഴ്സണൽ സെഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് എന്നോട് മുൻപേ പറയുന്നതാണ് നമ്മുടെ ട്രോമാസിനൊക്കെ എടുത്തിട്ട് ഹീൽ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ആ ഒരു സെഷനിൽ എനിക്ക് അത്ര ഒരു വിഷമില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം എടുത്ത് ഞാൻ ഹീൽ ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ഇരുന്ന് കരഞ്ഞു. ഞാൻ ഇത്രയും നാളും അത്ര ആത്മാർത്ഥതയോടുകൂടി ഞാൻ കരഞ്ഞിട്ടില്ല. ഈ ഒരു ക്ലാസ്സിനകത്ത് പല ആളുകളും കരയുന്നത് കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത്രയ്ക്കൊക്കെ കരയാൻ മാത്രമുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സംശയം. പക്ഷെ ഞാനായിരുന്ന ആ ഒരു സങ്കടത്തിലേക്ക് ഞാൻ തിരിച്ചു പോയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇത്രയ്ക്ക് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞതാണ്. ഒരു 17 വർഷം മുൻപുള്ള ഒരു ഇൻസിഡന്റാ. ഞാൻ അതിനകത്തേക്ക് തിരിച്ചു പോയപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഇരുന്ന് കരഞ്ഞ് പിന്നെ ഞാൻ അതിൽ നിന്ന് ലാസ്റ്റിലേക്ക് വന്നപ്പോൾ ഞാൻ നല്ല റിലീഫ് കിട്ടി. എനിക്ക് ഇന്നലെ ഞാൻ ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് വെറുതെ ഞാൻ ആ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇമോഷൻ ഒന്നും ഇല്ല. ശരിക്കും എനിക്ക് അതിന്റെ ഒരു ആ റിസൾട്ട് എനിക്ക് ആ ഒരു ദിവസത്തെ ഹീലിംഗിലൂടെ എനിക്ക് കിട്ടി. ഞാൻ അന്ന് ഷബ്ന മാമിനോടും പറഞ്ഞു,
എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഇത്ര വിഷമമുണ്ട് എന്നുള്ളത്. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പലതരത്തിൽ നമ്മളെ ബാക്കോട്ട് വലിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ ചെറുപ്പത്തിൽ നമുക്കുണ്ടായ ട്രോമാസ് ഒക്കെ ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെഷന് വന്നത്. എന്നാലും ഞാനിപ്പോ ഹാപ്പി ആണല്ലോ, എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊരു തോട്ട് വരും. പക്ഷെ ഈ മെനയാന്ന് ആ ഒരു സെഷൻ കഴിഞ്ഞതോടുകൂടി എനിക്ക് മനസ്സിലായി പല കാര്യങ്ങളും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അത് ഓരോന്നും നമ്മളെടുത്ത് ഹീൽ ചെയ്യുമ്പോഴാണ് അതിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെനിക്ക് ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഹസ്ബൻഡ് പുറത്തു പോകുന്ന സമയത്ത് എന്നെ വളരെ ഹാപ്പി ആയിട്ട് കണ്ട് തിരിച്ചു വന്നപ്പം ഞാൻ ഹാപ്പിയാണ്, അതിനേക്കാൾ കൂടുതൽ ഹാപ്പിയാണ്. പക്ഷെ എന്റെ കണ്ണൊക്കെ എന്റെ ഫേസ് തന്നെ മാറിപ്പോയി. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ക്ലാസ്സിനകത്ത് വന്നതിലൊക്കെ. എനിക്ക് ആ ഒരൊറ്റ ദിവസത്തെ ആ ഒരു റിസൾട്ട് കൊണ്ട് തന്നെ ഞാൻ ഇത്രക്കൊക്കെ റിസൾട്ട് ഉണ്ടോ എന്നുള്ള രീതിയിലേക്ക് ഞാൻ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അപ്പം ഒരുപാട് നന്ദിയുണ്ട് സാറിനോടും ടീമിനോടും. താങ്ക് യു സോ ഞാൻ ഒരു മച്ച്. ഒരു കാര്യം ചോദിക്കട്ടെ, ടീമിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ലൈക്ക് നല്ല സപ്പോർട്ടാ, നല്ല ഫോളോ അപ്പ് ആണ്. ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കലുണ്ട് ഇങ്ങനൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമോ? കാരണം രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കും ഇവർക്ക് വേറൊരു പണിയില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിക്കലുണ്ട്. അത്രയും നല്ല ഫോളോ അപ്പ് ആണ്. ഓക്കെ, വെരി ഗുഡ്. എന്താണ് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടോ അല്ലെങ്കിൽ സംശയിച്ചൊക്കെ നിൽക്കുന്നവരോട് എന്താ പറയുന്നത്? സംശയിച്ച് നിൽക്കുന്നവര് നമ്മളിപ്പൊ ചിന്തിക്കും നമ്മൾ ഓക്കെ ആണെന്ന്. അതായത് ഇതിന് പുറത്തേക്ക് ഒരു ലോകമുണ്ട്, അല്ലെങ്കിൽ സാർ എപ്പോഴും പറയാറുണ്ട് നമ്മളൊരു ജോയിലേക്ക് എത്തും. ഇന്നലെ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയും ഇതാണ് ഷാഫി സാറ് പറഞ്ഞ ഒരു ജോയ്. ഈ ഒരു ആനന്ദം ഉണ്ടല്ലോ, എന്താണ് ഈ ആനന്ദം എന്നുള്ളത് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷെ സാറ് പറഞ്ഞ ആ ഒരു ജോയ് ഇന്നലെ ഞാൻ ശരിക്കും ആസ്വദിച്ചു. എന്തെന്നില്ലാത്തൊരു സന്തോഷം. എനിക്ക് ചില സമയത്ത് അത് വരാറുണ്ടെങ്കിലും എനിക്കത് നിലനിർത്താൻ പറ്റില്ല. അതായത് പെട്ടെന്ന് വരും, പിന്നെ കുറച്ച് സമയം ഉണ്ടാവും, പിന്നെ പോവും. പക്ഷെ ഇന്നലൊന്നും അങ്ങനെയല്ല. എനിക്ക് ആ ഒരു ആനന്ദത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഓരോ ഘട്ടെത്തുമ്പോഴും ചെറിയൊരു ടെൻഷൻ വരുന്ന ഒരു ഘട്ടെത്തുമ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും. അല്ലേ, ഇതൊക്കെയാണ്, സോറി, പ്ലീസ് ഫോർഗിവ് മീ. ആ ഒരു ആ മെത്തേഡ് ഞാൻ ഇന്നലെ ഫ്ലൈറ്റിൽ വരുമ്പോഴും അതുപോലെ ഇമിഗ്രേഷൻ ടൈമിലൊക്കെ ഞാൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ഞാനിങ്ങനെ സന്തോഷിച്ച് ആനന്ദിച്ച് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു എന്തോ ഒരു ജോയ് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ആശങ്ക വെച്ചിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ഇതാണ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന്. പക്ഷെ നിങ്ങൾ ഇതിനകത്തേക്കൊക്കെ വന്നിട്ട് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു ലോകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ പൈസയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, പല കാര്യത്തിനും ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഫുഡിന് വേണ്ടിയിട്ട് ഫുഡിന് നന്നായിട്ട് നമ്മൾ പൈസ ചെലവാക്കുന്നുണ്ട്, ഫോൺ വാങ്ങിക്കുന്നുണ്ട്, ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ട്. അതിനകത്ത് ചെറിയൊരു പൈസ എടുത്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പിനെസ് അല്ലേ എല്ലാവർക്കും വേണ്ടേ? എന്തിനാ നമ്മൾ ഫോൺ വാങ്ങിക്കുന്നത്, കാറ് വാങ്ങിക്കുന്നത്? ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഹാപ്പിനെസ് ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ എല്ലാരും അത് ആസ്വദിക്കാം. Thank you so much, Jamshi, for sharing your feedbacks. Thank you so much. And this is what I want everybody. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ മോർണിംഗ് ക്ലാസ്സിൽ ഫ്രീ ആയിട്ടുള്ള സെഷൻസിന് അപ്പുറത്തേക്ക് ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് ഈ മോർണിംഗ് ക്ലാസ്സിൽ തന്നെ ലഭിക്കുന്നുണ്ടല്ലോ, ഓക്കെ അല്ലേ? ഇപ്പൊ ജംഷീറിനെ ഒരുപാട് കാലം നമ്മുടെ ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാമിൽ വന്നിട്ട് കുറേ കാലം ഇത് ചെയ്തിരുന്നില്ല. പക്ഷെ കോഴ്സ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി ജംഷി, അല്ലേ, ഇത് എന്നോ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ കിട്ടുന്ന ഈ ഫ്രീ ക്ലാസ്സിൽ കിട്ടുന്ന ഒരു സംഗതിയല്ല. ഇവിടെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഒരു എന്താ പറയുക കുറേ സംഗതികൾ കിട്ടും. ഇത് നിങ്ങൾക്ക് ഒരു കസ്റ്റമൈസ്ഡ് സാധനമല്ല. നമുക്ക് എപ്പോഴും സൊല്യൂഷൻ വേണ്ടത്, നമുക്ക് എപ്പോഴും ഒരു പ്രോബ്ലത്തിന് പരിഹാരം, പെർമനന്റ് ആയിട്ടൊരു പരിഹാരം വേണം. താൽക്കാലികമായിട്ട് കുറച്ച് നേരത്തേക്ക് ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു എനർജി ബൂസ്റ്റോ ഒരു സാധനമോ അല്ല നമുക്ക് വേണ്ടത്. ലൈഫ് ഇങ്ങനെ മുന്നോട്ടോ അല്ല, അതിനപ്പുറത്തേക്ക് എൻ്റെ പ്രശ്നം പെർമനന്റ്ലി പരിഹരിക്കപ്പെടണം. എൻ്റെ പ്രശ്നം പെർമനന്റ് ആയിട്ട് എന്താ പറയുക പരിപൂർണമായിട്ടും പരിഹരിക്കപ്പെടണം. അതിനു വേണ്ട കറക്റ്റ് സൊല്യൂഷൻ, പിന്നീട് ആ പ്രശ്നം എന്നെ ബോധർ ചെയ്യരുത് എന്ന തരത്തിലേക്ക് നിങ്ങൾക്കൊരു ഷിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് സഹായിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം. യു കം ആൻഡ് എക്സ്പീരിയൻസ്, ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ലൈക്ക് ഇൻ. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഫൈനലി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇന്നത്തെ ഒരു ദിവസം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഹോപ്പ് യു എൻജോയ് ദ സെഷൻ. ഐ ലവ് യു ഓൾ. പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിക്കോട്ടെ, സാരമില്ല.
അത് നിങ്ങൾ ഉണർത്തുള്ളൂ. അതൊരു ഗിഫ്റ്റായിട്ട് കാണാൻ ഉണർത്തിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, തയ്യാറാകുക. ഓക്കെ, റൈറ്റ്. അല്ലാതെ നിങ്ങൾക്ക് വിഷമം ഉണ്ടായി വിചാരിച്ചു ഞാൻ നിങ്ങളോട് സോറി ചോദിക്കാനൊന്നും പോകുന്നില്ല. കാരണം നിങ്ങളോട് സോറി അല്ല ചോദിക്കേണ്ടത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഐ റിയലി വാണ്ട് ടു ഹെൽപ്പ് യു. ഓക്കെ, ജെനുവിൻലി. ഓക്കെ, ബട്ട് സ്റ്റിൽ പേഴ്സണലി ഒന്നും എടുക്കരുത്. എല്ലാം പ്രൊഫഷണലി, പവർഫുള്ളി, പോസിറ്റീവ്ലി, റെസ്പോൺസിബിളി എടുക്കുക. നിങ്ങളെ ഉണർത്താൻ വേണ്ടി വന്നതാണെന്ന് മാത്രം ചിന്തിക്കുക. ഭയം അത് മറികടക്കാനുള്ളതാണ്, അത് നിങ്ങളെ കീഴ്പ്പെടുത്താനുള്ളതല്ല. അതിനനുവദിക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഭാവി, സ്ട്രോങ് ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, ആഗ്രഹിച്ച സ്വപ്നങ്ങളെല്ലാം കീഴ്പ്പെടുത്തിയെടുക്കുന്ന, അത് നേടിയെടുക്കുന്ന, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന, ഒരുപാട് പേർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന, ഈ മെസ്സേജുകളെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യക്തികളായിട്ട് മാറാൻ പറ്റട്ടെ. യു ഗൈസ് ആർ ബ്യൂട്ടിഫുൾ സോൾസ്. ഓൾറെഡി സൗന്ദര്യമുള്ള ഹൃദയത്തിനുടമയും വിശാലതയുള്ള മനസ്സിനുടമയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആത്മാവിനുടമയുമാണ് നിങ്ങൾ. അതിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകണം. അതിന് പറ്റും, സാധിക്കട്ടെ. അതിനുള്ള ധൈര്യം കാണിക്കുക. അത് സ്നേഹത്തിലൂടെയാണ് അത് കാണിക്കേണ്ടത്. അതിൻ്റെ വഴികളാണ് നമ്മുടെ കോഴ്സിലെല്ലാം പഠിപ്പിക്കുന്നത്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you, sir. You're welcome. Thank you. Thank you. Thank you. You're welcome. Thank you.